ഈ കവിത എഴുതി കഴിഞ്ഞാലേ ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സുഗതകുമാരി അല്ലെങ്കിൽ അയ്യപ്പ പണിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കടമനിട്ടാന്നൊക്കെ പറയും. അവർ പരിസ്ഥിതി അവർ നട്ടായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ എവിടെയെങ്കിലും മരം നട്ടായിട്ട് എനിക്കറിയില്ല. ക്യാമറയുടെ മുമ്പിൽ അവരൊരു ഹവോൾഡാറിയിൽ കുറച്ച് ഷൂട്ട് എടുത്തൊന്ന് ഒഴിച്ചാൽ അവരൊന്നും നട്ടായിട്ട് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അമ്മമാരത് ഒരു അരിവാൾ പോലെ വളഞ്ഞ് അവരൊക്കെ മരിക്കുന്നത്. അത്രയും കൃഷി നട്ടും പറിച്ചൊക്കെ പോയി. അപ്പം അങ്ങനെ ഈ പറയുന്ന ഈ സാംസ്കാരിക പ്രവർത്തനം, കവിത എഴുത്ത്, പാട്ട്, റാലി നടത്തലൊന്നും അല്ല. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ എഴുത്തിൽ നിന്നും ക്രിയയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ ഈ മാഷിനെ കുറിച്ച്. സ്വന്തം ജീവിതം കൊണ്ടാണ് അച്ഛൻ പരിസ്ഥിതി പ്രവർത്തനം നടത്തിയത്. സ്വന്തം ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റി വെക്കുകയും സ്വകാര്യ ജീവിതം എന്നൊന്നും ഇല്ലാതാവുകയും പരിസ്ഥിതി ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അല്ലാതെ ആ സിനിമയുണ്ടല്ലോ, എന്താ പേര്, നമ്മുടെ ജയൻ ചെറിയുടെ സിനിമ, അതെ അതെ, പാപ്പിലിയപുത്ത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ലോകം കാണിക്കുന്നുണ്ടല്ലോ ചെറുതായി. പാപ്പിലിയപുത്തിൽ അദ്ദേഹം മുഖ്യമായി അഭിനയിക്കുന്നു. തീർച്ചയായും അതിലങ്ങനെ ഒരു ലോകം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ചയായി പോകുന്നില്ല എന്നുള്ളൊരു ആയിട്ട് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഏതാ ഇപ്പോഴേ മുമ്പ് ഒരു ഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വളരെ പ്രശസ്തനായിരിക്കുകയും എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ ഇപ്പോൾ ഇത് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്കത് ഓർമ്മ വരുന്നത്. അല്ല ഇതിനെപ്പറ്റി പറയേണ്ട ഒരു പ്രാധാന്യം വലുതാണെന്ന് ഞാൻ പറയുകയാണ്. അല്ല, അത് പൊതുവേ ഈ ദിനാചരണങ്ങളൊക്കെ എടുത്ത് നോക്കുക, ഒരു വരേണ്യനായ ഉദാര പുരുഷൻ്റെ പേരിലാണ് എല്ലാം നിൽക്കുള്ളൂ. വായനയാവട്ടെ, ദിനങ്ങളാവട്ടെ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ പരിസ്ഥിതിയിൽ ഇത്രയും ഇടപെട്ട ഒരാളുടെ പേരിൽ ഗവൺമെൻറ് തന്നെ ചെയ്യണം. ഇപ്പം PN പണിക്കർ ആണോ കേരളത്തിൽ എല്ലാവരും പുസ്തകം വായിപ്പിച്ചെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ PN പണിക്കരാണ് പുസ്തകം വായിപ്പിച്ചതെന്ന് എല്ലാ വർഷവും വായനാദിനെന്നും പറഞ്ഞ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ പൊളിറ്റിക്കൽ എഴുത്ത്, രാഷ്ട്രീയം, അധികാരമൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് അങ്ങനെ പരിഗണന അദ്ദേഹത്തിന് ഇനിയും കൊടുക്കേണ്ടതുണ്ട്. അത് കണ്ടൽ നടാൻ പോയ ഒരു അനുഭവം പറയാമോ? വെള്ളത്തിലൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ട് അച്ഛനായിട്ട് അല്ലേ? ഞങ്ങൾ ഒരു തോണിയാത്ര നടത്തി. ഞാൻ വിവാഹം കഴിച്ച് ചെല്ലുന്ന സമയത്ത് ആലോചനയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ പ്രപ്പോസലൊക്കെ വെക്കുന്നതിന് മുമ്പാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയപ്പോൾ ഞങ്ങൾ ഒരു തോണിയിൽ അച്ഛൻ തോണിയിൽ ഞങ്ങൾ പോകുന്നതായിട്ട് ഒരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര കുറച്ച് നട്ടപ്പം തന്നെ. പക്ഷെ അച്ചാച്ചത് എല്ലാ തവണയല്ലേ ഇതിനകത്ത് ഇറങ്ങി ഞാനും കഴിഞ്ഞ ചളിയിലോട്ട് ഇറങ്ങിപ്പോന്നു. നമുക്ക് പിടിച്ചു വെക്കാനോ അങ്ങനെയൊരിതില്ലല്ലോ. അച്ചാറ് അന്നേരം ഞാൻ ഓർത്ത് ഇതൊരു ചെറിയൊരു കാര്യമല്ല കൊണ്ട് നടന്നതും വെയിലും. അല്ല, നമ്മുടെ പൊതുവെ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ജൂൺ 5 ഒരു മരം നട്ടു. പിന്നെ അടുത്ത കൊല്ലം ആ കുഴി തന്നെയാണ് നടുന്നത്. കാരണം അത് പിന്നെ പിറ്റേന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളം ഒഴിക്കും നോക്കുക. പക്ഷെ അദ്ദേഹം നട്ടത് വളരുന്നുണ്ടോ, അത് അതിനെല്ലാം പറ്റുന്നുണ്ടോ എന്ന് പിന്നെ പോയി നോക്കി എന്നുള്ളതാണ്. അല്ലേ, റോഡ് പണിക്ക് വേണ്ടി വെട്ടിക്കളഞ്ഞു. അത് വലിയ വിഷയമല്ലേ? അത് വലിയ ഷോക്കായി പോയി. അവസാനം ഫുഡില്ല, വെള്ളമില്ല, ഉറക്കില്ല, ഒരു ഭ്രാന്ത്. അന്ന് അതാ ഭ്രാന്തം കണ്ടതുമായിട്ട് മക്കളെ നഷ്ടപ്പെട്ട പോലെ ആയി. അദ്ദേഹത്തിന്റെ ഒരു മാനസിക നില തെറ്റുകയും പിന്നീട് ഹോസ്പിറ്റലൈസ്ഡ് അദ്ദേഹം തിരിച്ചു വന്നത്. അത്രയ്ക്ക് ഷോക്കായി പോയി അദ്ദേഹത്തിന് ഈ കണ്ടൽ വെട്ടിക്കഴിഞ്ഞു.